ഇതും കൂടെ കയറി കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ്, ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടിറങ്ങിയപ്പോഴത്തേക്കും എന്താണ് ഒരു 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 എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ട് റിഫ്രഷ് ആയൊരു ഫീലാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ വയനാട് തന്നെയുള്ള ഒരു അമ്പലത്തിലോട്ടാണ്. പഴയ അമ്പലമാണ്, പക്ഷെ ഇപ്പോൾ അത് പൊളിഞ്ഞ് കിടക്കുവാണ് എന്നാണ് കേട്ടത്. അറിയില്ല, കാളിമല എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. തിരുനെല്ലി വരുന്ന വഴിക്ക് തന്നെയാണ്. ആദ്യം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി സൈഡിൽ ഇട്ടിട്ട് പോവാണ്. കാട്ടുകൂടിയാണ് വഴി. ബോർഡുണ്ട്, കാളേശ്വരി ക്ഷേത്രം കൊട്ടിയൂർ. കറക്റ്റ് കാടിൻ്റെ നടുക്കൂടെ തന്നെയാണ് വഴിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ചരിത്രപ്രസിദ്ധമായ അമ്പലമാണ്, ഒത്തിരി പഴക്കമുണ്ട്. ഇപ്പോഴും പൂജ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണവും കാര്യങ്ങളും നിരന്തരമായിട്ടുണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊരു ഫീച്ചർ ഇടയ്ക്ക് കാണാനിടയായി. അങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. തിരുനെല്ലി ബ്രഹ്മഗിരി എന്നപ്പോഴത്തേക്ക് ഇവിടെയും കൂടി കയറിയേക്കാം, കണ്ടേക്കാം എന്ന് കരുതി. ഇതാണോ കൽമണ്ഡപം കാണുന്നുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്ഥലമാണ്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്, മൃഗങ്ങളും. ഇതായിട്ട് ഭയങ്കര രസമാണ്. കാട്ടിൻ്റെ നടുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര പ്രശാന്ത സുന്ദരമായിട്ടൊരു സ്ഥലം, ഒന്നും പറയാനില്ല. അപ്പോൾ തിരുനെല്ലി വരുന്നവർ ഇതും കൂടെ കയറി കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ്, ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടിറങ്ങിയപ്പോഴത്തേക്കും എന്താണ് ഒരു 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 എന്താ പറയണ്ടേ, ഭയങ്കര ഒരു റിഫ്രഷ് ആയൊരു ഫീലാണ്. നിങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ.